ചെല്ലാനത്തുള്ള കായലരികത്തുള്ള വീട്ടിലായിരുന്നു മറിയക്കുട്ടി വല്യമ്മച്ചിയുടെ ബാല്യവും കൗമാരവും ഒക്കെ. ഒരു വലിയ താറാവൻ കൂട്ടം സ്വന്തമായി പരിപാലിച്ച് മുട്ടയും ഇറച്ചിയും ഒക്കെ വിറ്റ് മേക്കാമോതിരവും കുണുക്കും കമ്മലും ഒക്കെ തീർപ്പിച്ച ആളാണ് നീരജയുടെ ഇടുക്കിയായ മറിയക്കുട്ടി വല്യമ്മച്ചി. കായലിൽ നിന്ന് വലവീശിയെടുക്കുന്ന അറക്കയും മൂതയും തിരുതയും ഒക്കെ രുചികരമായി പാചകപ്പെടുത്തുന്ന അതീവ കൈപുണ്യവും. കായക്കച്ചവടം നടത്തുന്ന വാമ്മച്ചേച്ചി ഇടയ്ക്കിടെ മറിയക്കുട്ടി വല്യമ്മച്ചിയോട് ഒന്ന് സൊറ പറയാനായി വരും. നീരക്കുഞ്ഞേ, ഈ നാട്ടുകാർക്കൊന്നും കരിമീൻ മപ്പാസ് വെക്കാൻ അറിയില്ലായിരുന്നു. ഞാനിവിടെ കിട്ടി വന്നതിന് ശേഷമാണ് ഈ നാട്ടുകാർ തേങ്ങാപ്പാലിൽ വേവിച്ച കരിമീൻ കറി കൂട്ടി തുടങ്ങിയത്. എൻ്റെ കരിമീൻ മപ്പാസിന് എന്തു രുചിയാണെന്നോ. അതിൻ്റെ വേപ്പില നക്കി ഒരു കലം ചോറുണ്ണാം. നീരജ കണ്ണ് വീഴ്ച നിന്നുപോയി. വേപ്പില നക്കി ഒരു കലം ചോറോ? പാചക സമ്രാട്ട് മറിയക്കുട്ടി വല്യമ്മച്ചി ഒട്ടും വിട്ടുകൊടുത്തില്ല. എന്നാ കേക്കട്ടെ വാമ്മേ, നിന്റെ രുചിക്കൂട്ട്, ആ രസക്കൂട്ട് ഒന്ന് പറഞ്ഞേ. വാമ്മച്ചേച്ചി പറഞ്ഞു തുടങ്ങി. കരിമീൻ തൊലി ചെത്തി വെളുപ്പിച്ച് ഉപ്പും കുരുമുളകും മഞ്ഞളും തിരി ചെറുനാരങ്ങ നീരും ചേർത്ത് നേരിയതായിട്ടൊന്ന് മുരിച്ചെടുക്കണം. പിന്നെ വെളിച്ചെണ്ണയിൽ വേപ്പില വഴറ്റി ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി തുടങ്ങിയവ വഴറ്റി മല്ലിപ്പൊടി വഴറ്റി രണ്ടാം പാലൊഴിച്ച് അതിലേക്ക് മീനുകൾ ഇടുന്നു. മുരിച്ച മീനുകൾ ഇടുന്നു. എന്ത് കുറുകി വരുമ്പോൾ തലപ്പാലൊഴിക്കുന്നു. എന്താ രുചി, എന്താ കേമം! എൻ്റെ വാമ്മേ, മീൻ വറുത്താൽ അപ്പോഴേ രുചി പോയില്ലേ? കരിമീൻ മപ്പാസിന് മീൻ വറുക്കണ്ട. നീ പറഞ്ഞതുപോലെ തന്നെ തൊലി ചെത്തി വെളുപ്പിച്ചു വൃത്തിയാക്കി ഇതൊക്കെ തേച്ച് വെളിച്ചെണ്ണയിൽ ആദ്യം വേപ്പില വാട്ടുക. പിന്നെ കറുവാപ്പട്ടയും ഗ്രാമ്പൂവും വഴറ്റുക. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇത്യാദി വഴറ്റി അതില് രണ്ടാം പാൽ ചേർത്ത് മീനിട്ട് കൊടുക്കുക. തേങ്ങാപ്പാലിൽ വേകുമ്പോഴല്ലേ മീൻ വെന്ത മൃദുലമാവുകയുള്ളൂ, രുചിയും കൂടുകയുള്ളൂ. പിന്നെ അത് വെന്ത് വരുമ്പോൾ നല്ല തലപ്പാൽ ഒഴിച്ചു കൊടുക്ക്, നല്ല ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്ക്. പിന്നെ ഇത്തി ഏലക്കാപ്പൊടിയും തൂവി വേപ്പിലയും ഇട്ട് വേണമെങ്കിൽ ഒരു ഗ്രാമ്പോ ഇത്തിരി വിനാഗിരിയോ ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. വാമ്മച്ചേച്ചിക്ക് മുണ്ടാട്ടം മുട്ടിപ്പോയി. എൻ്റെ മറിയക്കുട്ടി, നിന്റെ കറികളുടെ രുചി എന്ന് പറഞ്ഞാൽ നിന്റെ കൈപുണ്യം കൂടി ചേരുന്നതാണ്. ഇതൊക്കെ പറഞ്ഞ് വാമ്മച്ചേച്ചി പതുക്കെ എഴുന്നേറ്റു. മറിയക്കുട്ടി വല്യമ്മച്ചിയുടെ വസ്ത്രധാരണം വെളുത്ത ചട്ടയും മുണ്ടുമാണെങ്കിൽ വാമ്മച്ചേച്ചി കള്ളിമുണ്ടും ചട്ടയുമാണ് എടുത്തത്. മടിക്കുത്തിൽ നിന്നൊരു പൊടി ഡപ്പിയെടുത്തു. ഒരു നുള്ള് ഇടത് കൈയിലിട്ട് തിരുമ്മി വലത് കൈ കൊണ്ട് വലത് മൂക്കിലേക്ക് തുമ്മി തുമ്മി ശ്വാസകോശം ക്ലിയറാക്കി ഒരു നന്മ നിറഞ്ഞ മറിയമേ ഉരുട്ടുകണ്ട് പടിഞ്ഞാറേക്ക് നടന്നു നീങ്ങി. Hey,